സംസ്ഥാനത്ത് അതിരൂക്ഷമായ തെരുവുനായ ശല്യം ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തെ സ്ഥിതി മറ്റൊന്നുമല്ല. കോട്ടയത്ത് അതിരൂക്ഷമായ തെരുവുനായ ശല്യങ്ങൾ തന്നെയാണ് ഓരോ ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഉൾപ്പെടെ ജാഗ്രത ന്യൂസ് ഈ ഒരു വാർത്ത കോട്ടയം മണിപ്പുഴയിലെ തെരുവുനായ ശല്യത്തിൻ്റെ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിന് ഒരാഴ്ച മുമ്പാണ് നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തും ഇതുപോലെയുള്ള തെരുവുനായ ശല്യങ്ങൾ രൂക്ഷമാണെന്നുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്. ഈ ഒരു മണിപ്പുഴ ജംഗ്ഷനിൽ കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ 4ഓളം തെരുവുനായകളാണ് തമ്മിൽ കടിച്ച് മരിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധവുമായി നാട്ടുകാർ ഉൾപ്പെടെ ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള തെരുവുനായ ശല്യമാണ് ഈ മണിപ്പുഴ ജംഗ്ഷനിലുള്ളത്. എന്തായാലും നാട്ടുകാരോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. തെരുവ് പട്ടികളല്ല, ഇത് വളർത്തുന്ന പട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നതാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്കൂൾ തുറന്നുകൊണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പട്ടിയായതുകൊണ്ട് കുഴപ്പമില്ല. കുട്ടികളാരെങ്കിലും ആയിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ ഒന്നും ചെയ്യാത്ത സാഹചര്യമായിരുന്നു. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ വന്നതേ ഉള്ളൂ. നാടൻ പട്ടിയല്ല, അത് വേറൊരു ക്രോസ് പട്ടിയാണ് ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ പട്ടികൾ തമ്മിൽ അങ്ങനെ കടിപിടി നോർമൽ പട്ടിയല്ല ഇത്. ആരോ വളർത്തിയ പട്ടീനെ ഇവിടെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ചിരിക്കുന്നത്. ചേച്ചി, ഇവിടെ ഭയങ്കര പ്രശ്നമാണ് ഈ ഒരു തെരുവുനായ. ഈ തെരുവുനായ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ രാവിലെ ഒരു പട്ടീനെ നമ്മുടെ അടുത്ത് തന്നെ കട നടത്തുന്ന അവരുടെ പട്ടീനെ കടിച്ച് കൊന്നതിന് ഇന്നലെ നമ്മൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞതായിരുന്നു. വന്ന് ഇങ്ങനെ ഒരു പട്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതായിരുന്നു. എല്ലാരെയും കടിക്കുന്ന ഒരു പട്ടിയാണ്. ഇന്നലെ തന്നെ 3 പട്ടിയെ കടിച്ചായിരുന്നു. ഒന്നിട്ടേ വിടുള്ളൂ. ഇന്നിപ്പോ 1 മണിക്കൂർ ആ പട്ടിയെ കടിച്ച് കൊന്നത്. ഭീഷണിയാ. അതെ, നമുക്ക് എല്ലാവർക്കും പേടി അതിന്റെ അടുത്തോട്ട് അടുക്കാൻ. അതിനെ അടിക്കുകയൊക്കെ ചെയ്തിട്ട് പോലും അത് മറ്റേ പട്ടിയെ കടി വിടുന്നില്ല. ഇപ്പറ തൊട്ടപ്പുറത്തെ പച്ചക്കറി കടയിൽ കയറിയായിരുന്നു. അവിടുത്തെ പയ്യൻ ആഹാരം കഴിച്ചോണ്ടിരുന്നപ്പോ ഇതിന്റെ മണം അടിച്ച് കയറി വന്നായിരുന്നു. അവൻ പിന്നെ ചോറ് എടുത്തോണ്ട് ഓടി പോകുന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഒരു പ്രശ്നമായി. ഇവിടെ പച്ചക്കറി എല്ലാം റെഡി ആയ സമയത്ത് പെട്ടെന്ന് ഒരു സൗണ്ട് ആകുമ്പോൾ എനിക്ക് സംശയമായി. ഇന്നലത്തെ കാര്യം പട്ടീൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആ സംഭവമായിട്ട് ഇറങ്ങി വെച്ചുമ്പോൾ ഒരു പട്ടിക്ക് പിടിച്ച് ഇവിടെ ഉള്ള പട്ടിയാണ്, എന്നോട് സ്ഥിരമുള്ള പട്ടിയാണ്. ഇവിടുത്തെ ആ പട്ടിക്ക് പിടിച്ചിട്ട് ഭയങ്കര കടിച്ചിട്ട് ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ ഒരു കല്ലേറ്റ എരിയായിരുന്നു, പക്ഷെ പോയിട്ടില്ല. നമ്മൾ പിടിയല്ലേ, ബാധിക്കാൻ പോയെങ്കിൽ നമ്മളെ പിടിക്കുമെങ്കിൽ എന്നാ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പോയിട്ടില്ല. കുറേ നേരം 1 മണിക്കൂർ മേലെ അതിന് തോന്നുന്നു. പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് എന്നാ ചെയ്യണം. പിന്നെ ഒരു കമ്പി എടുത്തിട്ട് ഇതിന്റെ കടലിൽ പിടിച്ചിട്ട് വേറെ കയറായിട്ട് കെട്ടിയിട്ട് മാറി. മറ്റേ പട്ടി സത്തുപോയി. ഭയങ്കര പ്രശ്നമായിരുന്നു. മനുഷ്യന് കടിക്കാനുണ്ട്. പിന്നെ മനുഷ്യനെ ഈ സമയത്ത് കിട്ടുമെങ്കിൽ മനുഷ്യനെ കടിക്കും. സ്കൂൾ തുറങ്ങാൻ സമയമായി. പിള്ളേർ പോയെങ്കിൽ പിള്ളേർക്ക് പിടിക്കുമെങ്കിൽ എന്നായി. ഈ പട്ടി ഒരു ജീവമുള്ള സംഭവമല്ലേ. പട്ടി ജീവമുള്ള സംഭവം ഒരാളെ പിള്ളേർക്ക് പിടിക്കുമെങ്കിൽ എന്നായി. അതിനുവേണ്ടി നമ്മള് ഭയങ്കര പിടിയാ. കച്ചവടം ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കച്ചവടം വന്ന സമയത്ത് സാധനം മേടിക്കാൻ പറഞ്ഞിട്ട് ഈ സംഭവം കേക്ക് പെട്ടെന്ന് പോവുക, പേടിയായിട്ട് നിൽക്കുന്നില്ല. അതാണ് സംഭവം.